ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് എല്ലാവർക്കും പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റിലെ പെർഫോമൻസും ജൂൺ 2-ാം തീയതി എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യാനുള്ള ചാൻസസുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നിഫ്റ്റിയിലേക്ക് നേരെ വരാം. നിഫ്റ്റിയിൽ നോക്കുന്ന 45 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നിയർ ബൈ ഉള്ള ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 160 പോയിന്റ്സ് ആണ് ഡ്രോപ്പ് ചെയ്ത്. ഫ്രൈഡേ ആണെങ്കിലും അതേ രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 300-400 പോയിന്റ്സ് ആണ് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം കാരണം എന്താന്ന് പറഞ്ഞാൽ MSMEന്റെ റീബാലൻസിങ് ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ ഈവനിങ് നടന്നത്, ഒരു 3 o'clock കഴിഞ്ഞിട്ട്. അപ്പം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് കുറച്ചും കൂടെ ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ US ഇറാൻ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ പിന്നെ അൺസർട്ടനിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ കുറച്ചും കൂടെ ഒന്ന് റിക്കവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തിരുന്നു, പക്ഷെ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു കയറുന്നുണ്ട്. അപ്പം നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് ലെവലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവലിലെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 23,800 ലെവലിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിയെങ്കിലും അവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിരിച്ച് ആ ഒരു ലെവലിൽ നിന്ന് താഴെ വന്നു. ഇപ്പോഴും പിന്നെയും 23,400 റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് തിരിച്ചൊരു സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു റീബൗണ്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കറന്റ്ലി ഈ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മാർക്കറ്റ് മൂവ്മെന്റ്, താഴോട്ടേക്കുള്ള മൂവ്മെന്റ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ബെയറിഷ് മൂവ്മെന്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂ ആണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഒരു 53,700-650 റേഞ്ചിലാണ് ഇന്ന് എൻഡ് ചെയ്തത്. ഇന്ന് അതും നെഗറ്റീവാണ്. ഓൾമോസ്റ്റ് ഒരു 600 പോയിന്റ്സിന്റെ നെഗറ്റീവിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കറന്റ്ലി നോക്കുവാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നിയർ ബൈ ഉള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53,264 ആണ്. ഈ റേഞ്ചാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വന്നു ഓൾമോസ്റ്റ് 52,700 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇവിടം വരെ വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുക. 2 ലെവൽസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇമീഡിയറ്റ് സപ്പോർട്ടും ഇവിടെ നിന്ന് ഒരു ലോങ് ടൈം സപ്പോർട്ടും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ്ലി നോക്കി ട്രേഡ് ചെയ്യുക. ഇതിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാം. ബട്ട് കുറച്ചും കൂടെ മേജർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 52,700-780 റേഞ്ചാണ്. പിന്നെ മിഡ് ക്യാപ്പിലേക്ക് വരുവാണെങ്കിൽ മിഡ് ക്യാപ്പിൽ കുറച്ചും കൂടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. അപ്പം കറന്റ്ലി ഈ ഒരു ലെവലാണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് എടുക്കാനുള്ള ചാൻസസ് ഉള്ളത്. 21,900 ഇല്ലെങ്കിൽ 22,000 എന്ന് തന്നെ പറയാം. 22,000 സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉള്ളത്. അതേപോലെ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 22,170 ഇല്ലെങ്കിൽ 200 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആണ് കുറച്ചും കൂടെ ഭേദമായിട്ടുള്ള കമ്പയർ ചെയ്യുന്ന സമയത്ത്. നിഫ്റ്റിയും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്മോൾ ക്യാപ്പാണ് കുറച്ചും കൂടെ ഓക്കെ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു കയറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓൾമോസ്റ്റ് ക്യാപ് ഫില്ലിങ് കഴിഞ്ഞ് തിരിച്ചു കയറാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ സ്മോൾ ക്യാപ്പിലേക്ക് നോക്കുക. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറുവാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ സ്റ്റോക്സുകളിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് US INR പെയർ നോക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ INR കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആയിട്ടുണ്ട് US ഡോളറിനോട് കൂടി. അപ്പോൾ ഓൾമോസ്റ്റ് 97 ഹൈ ഹിറ്റ് ചെയ്തു. 95ലേക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു വീക്ക് മാർക്കറ്റ് ഡ്രോപ്പിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, അപ്പം ഇവൻ ക്രൂഡ് നോക്കുവാണെങ്കിൽ ക്രൂഡ് കഴിഞ്ഞ വീക്കിൽ അപ്പം US ഇറാൻ ഒരു പീസ് ഡീൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറുന്ന രീതിയിലാണ്. അപ്പം ഇതൊന്നും ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴെ പോകും. പക്ഷെ ആ ഒരു ഡീല് ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ ഈ റേഞ്ച് തന്നെ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഇല്ലെങ്കിൽ റേഞ്ച് പോകുന്നുണ്ട് ചാൻസസ് ക്രൂഡിൽ കാണുന്നുണ്ട്. അപ്പം കറന്റ്ലി ഓൾമോസ്റ്റ് എല്ലാം വീക്കാണ്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം വീക്കാണ്. അപ്പോൾ കുറച്ചും കൂടെ മാർക്കറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ്, ഒരു 0.5%, 1% ഒക്കെ ഓരോ സെക്ടറിലും ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് എടുത്ത് ഓക്കെ അല്ല. അപ്പം കുറച്ചും കൂടെ
വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് ഡ്രോപ്പായി സപ്പോർട്ട് ലെവൽസൊക്കെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന സമയത്ത് മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് കോഷ്യസ് ആയിരിക്കുക മാർക്കറ്റിൽ. താങ്ക് യു.